ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കണ്ടില്ലേ, വിളക്കാണ്. അപ്പോൾ ഇത് ഇന്നലെ മക്കൾ വെച്ചതാണ് കേട്ടോ, മകൻ വിളക്ക് വെച്ചതാണ്. അപ്പോൾ അത് ഒന്നായി കത്തി, എണ്ണ കമ്മിയായിട്ടാണ്. അതുകൊണ്ട് ഒന്നായി കത്തി അങ്ങനെ കരി പിടിച്ചു. പിന്നെ ഞാൻ രാവിലെ എണീച്ച് അത് തുടയ്ക്കുകയൊക്കെ ചെയ്തു, പക്ഷെ അത് പോണില്ല. അപ്പോൾ ഞാനൊരു ലിക്വിഡ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അത് വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക്, ഷെയർ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാദ്യം അഴിക്കാം. ഇത് കണ്ടില്ലേ, ഈ വലിയ വിളക്കാണെങ്കിൽ, നിലവിളക്കാണെങ്കിൽ നമുക്ക് വേഗം ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ചെറുതില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധനം ചെറുതാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഉള്ളിലായാലും ആ നെട്ടും ബോൾട്ടൊക്കെ ഭയങ്കര, സ്ക്രൂ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം ഞാനിവിടെ ഒരു ലിക്വിഡ് തയ്യാറാക്കി, ഒരു പേസ്റ്റ് രൂപത്തിൽ ഒരു ലിക്വിഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എല്ലാവിടെയും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ നന്നായി എല്ലാവിടെയും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഞാൻ എന്താണ് ലിക്വിഡ് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. ആ പേസ്റ്റ് എല്ലാവരുടെയും നമ്മൾ നന്നായി തേച്ച് വെച്ചിട്ടുണ്ട്. ഇനിയൊരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്ക്രബ് എടുത്തിട്ട്, ഒരിക്കലും സ്റ്റീൽ പാത്രങ്ങൾ നമ്മൾ ഒരിക്കലേ സ്റ്റീലിൻ്റെ അതേപോലത്തെ സ്ക്രബ് എടുക്കരുത്. ഒന്നില്ലെങ്കിൽ തേങ്ങ പൊതിച്ച ചകിരി, അല്ലെങ്കിൽ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി അമർത്തൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ചളിയും പോയി കിട്ടും, നല്ല കളർ വരും. ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി കേട്ടോ. അതാ കണ്ടില്ലേ, കളർ ഇപ്പം തന്നെ നല്ല വ്യത്യാസമായിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തതിന് ശേഷം നന്നായി വെള്ളത്തിലൊന്ന് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. എല്ലാവിടെയും സൈഡായാലും ഒക്കെ ഒന്ന് കരി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒന്നായി ആളിക്കത്തിയതാണ്, കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നായി തിരിയിട്ടതും ആളിക്കത്തിയ. പക്ഷേ വലിയ നിലവിളക്കൊക്കെ ആണെങ്കിൽ ഇത്രയും കഷ്ടം ഉണ്ടാവില്ല, ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് ചെറിയ സാധനമായത് കാരണമാണ് നമുക്ക് ഭയങ്കര റിസ്ക്. കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ, അതിൻ്റെ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ ഭയങ്കര ഇത്തിരി ബുദ്ധിമുട്ടാണ്. വലുതാവുമ്പോൾ നമുക്ക് വേഗം അഴിച്ചെടുത്തൊന്ന് വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇത് പേസ്റ്റ് തേക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് പോകണം, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കും കരി. അതുകൊണ്ടാണ് നമുക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് പോകാത്ത പോലെ ഒരു ഫീലിങ്സ് വരുന്നത്. പക്ഷെ വലുതാവുമ്പോൾ നമുക്ക് എല്ലാവിടെയും ഒന്നും തേച്ച് കൊടുത്തിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് തുടച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് പോകും. ഇതങ്ങനെ ഞാൻ എല്ലാം തുടച്ച് എല്ലാം സ്ക്രബ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ഉരച്ച് കഴുകി. കളറൊക്കെ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാലോ നേരത്തെ വിളക്കും ഇപ്പോഴത്തെ വിളക്കും എങ്ങനെയുണ്ട്.
അപ്പോൾ നമുക്ക് പേസ്റ്റ് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു 2 സ്പൂൺ 1.5 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മൈദപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുക്കുക. അപ്പം നമ്മൾ ചെറിയ വിളക്കായത് കൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി കമ്മിയാക്കിയത്. അതായത് വലുതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡബിളായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ചേർത്തത് കുറച്ച് ബേക്കിംഗ് സോഡയാണ്. വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ചേർക്കാം. എൻ്റെ കയ്യിൽ ഇവിടെ വിനാഗിരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ലേശം ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ലേശം കുറച്ച് വെള്ളം എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വിനാഗിരി ചേർക്കണേ നമുക്കിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ചെറുനാരങ്ങയാണെങ്കിലും മതി. അപ്പോൾ ഞാനിവിടെ ചേർത്തത് ഒന്നും കൂടി ഞാൻ പറയാം. 2 ടീസ്പൂൺ മൈദപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1.5 ടീസ്പൂണോളം പൊടിയുപ്പാണ് ചേർത്ത് കൊടുത്തത്. കണ്ടില്ലേ, ആ പേസ്റ്റ് രൂപത്തിലാക്കി തേച്ച് കഴുകിയതിന് ശേഷം പുതിയ വിളക്ക് പോലെ തന്നെയില്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്നും കൂടി പറയണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അത് തെറ്റാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ തിരുത്തിയിട്ട് മുന്നോട്ട് പോയിക്കോളാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.